മുടികൊഴിച്ചിലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നാം ഇപ്പോഴും അതിന്മേൽ വളം വയ്ക്കുന്ന പരിപാടി തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. തലയിൽ തേക്കുന്ന എണ്ണകൾ നമ്മുടെ മുടിയെ സംരക്ഷിക്കുമെന്നാണ് നാം വിചാരിക്കുന്നത്. പക്ഷെ പലപ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല. നമ്മുടെ ഉദര പ്രശ്നങ്ങളാണ് മുടികൊഴിച്ചിലിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ. അതിൽ തന്നെ ഏറ്റവും പ്രധാന പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അസിഡിറ്റി മൂലമുണ്ടാകുന്ന മുടികൊഴിച്ചിലാണ്. അസിഡിറ്റി ഉള്ള ഒരാളുടെ ശരീരത്തിൽ പെട്ടെന്ന് തന്നെ മുടികൊഴിച്ചിൽ ആരംഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നരയും ആ വ്യക്തിയിൽ ആരംഭിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഭക്ഷണ രീതികളെല്ലാം ഒരുപാട് എരിവുള്ളത്, പുളിയുള്ളതായിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം നമ്മുടെ മുടികൊഴിച്ചിലിനെ വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം പലർക്കും കഴിച്ചാൽ ഭക്ഷണം ഒന്നും ദഹിക്കുന്നില്ല. ഈ ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ചാൽ മാത്രമാണ് മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷണം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ പല രോഗങ്ങളാലോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളാലോ അല്ലെങ്കിൽ ബിരിയാണി കുറെ കഴിക്കുക, അല്ലെങ്കിൽ നട്ട്സ് കുറെ കഴിക്കുക, അങ്ങനെ ഇത്തരത്തിലുള്ള ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായി കഴിക്കുന്നത് മൂലം നമ്മുടെ ദഹനശക്തി നഷ്ടപ്പെടുകയും മുടികൊഴിച്ചിൽ വർദ്ധിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആങ്സൈറ്റി വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്, നമുക്കറിയാം. അതുപോലെ തന്നെ വയറിലെ കൃമികളുടെ സാന്നിധ്യം, കൃമികളുണ്ടെങ്കിൽ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷണം നമുക്ക് ലഭിക്കില്ല. അത് മുടികൊഴിച്ചിലിന് കാരണമാകുന്നതായിട്ടും തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തില് വയറിനെ ശ്രദ്ധിക്കാതെ മുടികൊഴിച്ചിലിന് ആവശ്യമായ എണ്ണകളെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് അതിനെ നേരിടാനായിട്ട് സാധിക്കുകയില്ല.